തീപിടുത്തങ്ങൾ തുടർക്കഥയാകുമ്പോൾ കോഴിക്കോട് നഗരഭാഗത്ത് ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യം വീണ്ടും ശക്തമാകുന്നു. കഴിഞ്ഞ ദിവസം പുതിയ സ്റ്റാൻഡിലുണ്ടായ തീപിടുത്തം വലിയ ഭീതിയുണ്ടാക്കിയിരുന്നു. കിലോമീറ്ററുകൾ താണ്ടി മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുമ്പോഴേക്കും തീ പടരുന്നത് വലിയ ആശങ്കയാണ്. ബീച്ച്, മീൻചന്ത, വെള്ളിമാടുകുന്ന് എന്നിവിടങ്ങളിലെ ഫയർഫോഴ്സ് സംഘമാണ് കഴിഞ്ഞ ദിവസം പുതിയ ബസ് സ്റ്റാൻഡിലെ ടെക്സ്റ്റൈൽസിൽ തീ പടർന്നപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയത്. കിലോമീറ്ററുകൾ താണ്ടി നഗരത്തിരക്കുകൾ കടന്ന് ഫയർ യൂണിറ്റുകൾ എത്തുമ്പോഴേക്കും സമീപത്തെ ഗോഡൌണിലേക്കും കടകളിലേക്കും തീ പടർന്നിരുന്നു. 5 മണിക്കൂറിലധികം വേണ്ടി വന്നു തീ നിയന്ത്രണ വിധേയമാക്കാൻ. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഫയർ സ്റ്റേഷൻ വേണമെന്ന ആവശ്യമാണ് ഇതോടെ വീണ്ടും ശക്തമായത്. ഇവിടെ കോഴിക്കോട് ഉണ്ടായുള്ള ബീച്ചിലുള്ള അഗ്നിശമന സേന ആ ഇതിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പൊളിച്ചിട്ടിരിക്കുകയാണ്. അന്ന് മുതൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് കോഴിക്കോട് നഗരത്തിനകത്ത് അതേ സംവിധാനത്തോട് അതേ എണ്ണം ഫയർ എഞ്ചിനുകൾ കോഴിക്കോട് താൽക്കാലികമായിട്ട് നിർത്തണമെന്ന് ഞങ്ങൾ ഏകോപന സമിതി നിരന്തരം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതില്ലാത്തതിൻ്റെ ഒരു കാരണമാണ് ഇത് തീപിടിച്ച് 4:45 തീപിടിച്ച് 5:30ക്കാണ് ഇവിടെ വണ്ടി എത്തിച്ചേർന്നത്. പക്ഷേ നമ്മുടെ സംവിധാനത്തിൻ്റെ കുറവ്, അതായത് ഇത്തരത്തിലുള്ളൊരു കോഴിക്കോട് പോലുള്ള ഒരു വലിയ നഗരത്തിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് കെടുത്താനുള്ള സംവിധാനം നമ്മുടെ സംവിധാനത്തിനില്ല. അതിന്റെ പോരായ്മയാണ് ഇവിടെ ഇന്നലെ സംഭവിച്ചിട്ടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിൽ ഈയിടെ 2 പ്രാവശ്യം തീപിടുത്തമുണ്ടായപ്പോഴും ഈ ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. മെഡിക്കൽ കോളേജിൽ ഫയർ സ്റ്റേഷൻ വേണമെന്ന ശുപാർശ ജില്ലാ ഫയർ ഓഫീസർ നൽകിയിട്ട് വർഷങ്ങളായെങ്കിലും അധികൃതർ നടപടി സ്വീകരിക്കാത്തത് വീണ്ടും ഉയർന്നു വന്നിരുന്നു. 2007 മിഠായി തെരുവിലുണ്ടായ വൻ തീപിടുത്തം മുതൽ ഉയർന്ന ആവശ്യമാണ് വർഷങ്ങൾ പലതു കഴിഞ്ഞിട്ടും പരിഗണിക്കപ്പെടാതെ കിടക്കുന്നത്. അന്ന് മൊയ്തീൻ പള്ളി റോഡിലെ പടക്കക്കടയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 6 ജീവനുകളാണ് പൊലിഞ്ഞത്. 60ഓളം കടകളാണ് അന്ന് കത്തി നശിച്ചത്. 2017 മിഠായി തെരുവിലെ മോഡേൺ ടെക്സ്റ്റൈൽസിലുണ്ടായ തീപിടുത്തവും ആശങ്ക സൃഷ്ടിച്ചിരുന്നു. 2023 നഗരമധ്യത്തിലെ വസ്ത്രവ്യാപാരശാലയിലുണ്ടായ തീപിടുത്തം നിയന്ത്രിക്കാനും മണിക്കൂറുകൾ വേണ്ടി വന്നിരുന്നു. നഗരത്തിലെ തിരക്കും പഴയ കെട്ടിടങ്ങളിലെ അപകട സാധ്യതയും കണക്കിലെടുത്ത് നഗരത്തിൽ ഒരു ഫയർ സ്റ്റേഷൻ എന്ന ആവശ്യവുമായി സജീവമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരും കച്ചവടക്കാരും അടക്കം തീരുമാനിച്ചിരിക്കുന്നത്. ജനം, കോഴിക്കോട്.